ഇത് സോഷ്യൽ മീഡിയയുടെ കാലം. ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, നിരവധി പ്ലാറ്റ്ഫോമുകളാണ്. ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും. ചിന്തിക്കുന്നതും എഴുതുന്നതും പറയുന്നതും അതീവ ജാഗ്രതയോടെ അല്ലെങ്കിൽ ഫലം വിപരീതമാകും. കാലം നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ ഇത്തരത്തിലാണ്. ഏറ്റവും ശ്രദ്ധയോടെ വേണം ഓരോ ദിവസവും ഓരോ നിമിഷവും നാം മുന്നോട്ട് നീങ്ങുവാൻ. ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് മഹാരാഷ്ട്രയിലെ ചാന്ന രൂപതയുടെ വികാർ ജനറലും ചങ്ങനാശ്ശേരി അതിരൂപത സെൻറ് മേരീസ് കത്തീഡ്രൽ ഇടവക അംഗവുമായ റവറൻ ഡോക്ടർ വർഗീസ് പുതുപ്പറമ്പിൽ CMI അച്ഛനാണ്. അച്ഛാ, എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. സുഖമായിരിക്കുന്നോ? സുഖം തന്നെ, എല്ലാം നന്നായി പോകുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണോ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നത്? മഹാരാഷ്ട്രയിലെ വിദർഭ ഏരിയയിലുള്ള വർധ ജില്ലയിലെ ജാം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എഫ്രൈം നരികുളം പിതാവാണല്ലോ ചാന്ന രൂപതയുടെ മെത്രാൻ. ഈ കോവിഡ് കാലത്തെ രൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വികാർ ജനറൽ എന്ന നിലയ്ക്ക് അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോവിഡ് കാലത്ത് ചാന്ത രൂപത ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ചാന്ത രൂപതയിലുള്ള നമ്മുടെ തന്നെ 2 വലിയ ഹോസ്പിറ്റൽസ് അത് കോവിഡ് രോഗികൾക്ക് വേണ്ടിയിട്ട് സർക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുത്തു. കൂടാതെ ഈ ചാന്ത രൂപത എന്ന് പറയുന്നത് 3 ജില്ലയിലായിട്ടാണ് കിടക്കുന്നത്: വർധ, ഗഡ്ചിരോളി, ചന്ദ്രപൂർ. ഈ 3 ജില്ലകളിലും ധാരാളം കുഗ്രാമങ്ങളും വളരെയധികം പാവപ്പെട്ടവരുമുണ്ട്. പ്രത്യേകിച്ച് ആ ഗ്രാമങ്ങളിലും പിന്നെ നഗരപ്രാന്ത പ്രദേശങ്ങളിലുമൊക്കെ നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മുടെ സ്കൂളുകൾ വഴിക്കും ധാരാളം ആൾക്കാർക്ക് ഭക്ഷണം, മരുന്ന്, ഇങ്ങനെയുള്ള ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ഒരുപാട് തിരക്കുകൾ, അതിനിടയിലും അങ്ങ് വഴികളിൽ ഉപേക്ഷിക്കപ്പെടുന്നവരെ ആകാശപ്പറവകളുടെ ഒരു ആശ്രമം നടത്തുന്നുണ്ട് എന്നാണ് അറിവ്. എന്താണ് ഇതിനകത്തേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു കാരണം? ഏത് തരത്തിലുള്ള ആളുകളെയാണ് ഇവിടെ സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഞാൻ നടത്തിവരുന്ന ഈ അപ്പോസ്റ്റലേറ്റ്, ഈ മിനിസ്ട്രി ആകാശപ്പറവ എന്നൊക്കെ പറയുന്നത്, അതിന് ഫണ്ടമെൻ്റലി നിൽക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെ ഈ പാവങ്ങളിൽ ഉണ്ട് എന്നുള്ള, അവരെ യേശുവിനെ അവരിൽ കാണാനുള്ള നമുക്കുള്ളൊരു വിളിയുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ. പിന്നെ ഈ വഴിക്ക് അനാഥരായിട്ട് ആരുമില്ലാതെ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞ് മുദ്ര കുത്തി കിടക്കുന്ന ഈ ആളുകളിലെ മനുഷ്യക്കോലമുണ്ടെന്നേ ഉള്ളൂ, മനുഷ്യൻ്റെതായിട്ടുള്ള യാതൊന്നുമില്ലാതെ മൃഗങ്ങളെക്കാട്ടിലും താഴ്ന്ന രീതിയിലുള്ള ജീവിച്ചു പോരുന്ന അവരിലെ യേശുവിനെ കാണുക. ഈ മദർ തെരേസയും അതുപോലെ ചാവറയച്ചനും പിന്നെ വലിയ വിശുദ്ധന്മാർ നമ്മുടെ മുൻപിലുണ്ട്, നമുക്ക് ഇൻസ്പിറേഷൻ തന്നെ. അതൊക്കെ എന്നെ ഒത്തിരിയധികം സഹായിച്ചിട്ടുണ്ട്. ആരോരുമില്ലാത്ത, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കടമയില്ലേ എന്നുള്ളൊരു വിചാരം എൻ്റെ മനസ്സിലും കൂടി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വഴിയിൽ കിടക്കുന്ന ആൾക്കാരെ എടുത്ത് ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വന്നത്. ഇപ്പോൾ ഈ ആശ്രമത്തിൽ ടോട്ടൽ 44 പേരുണ്ട്. 30 സ്ത്രീകളും 14 പുരുഷന്മാരും. ഞങ്ങൾ എടുക്കുന്നത് വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരും. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്, ഭ്രാന്താണ് എന്നൊക്കെ ഒന്നും പറയാൻ പറ്റുകയില്ലെങ്കിലും ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഞങ്ങളത് എടുക്കാറില്ല. ആരോരുമില്ലാത്ത, കംപ്ലീറ്റ് അനാഥരായിട്ടുള്ളവരെ, ആരോരുമില്ലാത്തവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണിത്. ആൾക്കാരുള്ളവർ, റിലേറ്റീവ്സ് ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. ഇവരുടെ ജീവിതാനുഭവങ്ങൾ അങ്ങയെ ദുഃഖിപ്പിക്കുന്നുണ്ടോ? ഇവിടെയുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഭ്രാന്തായിരിക്കുന്ന അവസരവും ഭ്രാന്ത് സുഖപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യ ബന്ധങ്ങളുടെ, രക്തബന്ധത്തിൻ്റെ ഡെപ്ത് ഇല്ലായ്മ, ഉപരിപ്ലവത വളരെയധികം എന്നെ സ്പർശിച്ചു. ഇവിടുന്ന് മഞ്ജു എന്ന് പറയുന്നൊരു സ്ത്രീനെ, പുള്ളിക്ക് ഹസ്ബൻഡുണ്ട്, 3 കുട്ടികളുണ്ട്. പുള്ളിയുടെ വീട് ഭോപ്പാലിന് പോകുന്ന വഴിക്കുള്ള ഹോഷങ്കാബാദിനപ്പുറത്തെ ബുധിനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്ററും ഞാനും പിന്നെ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഈ സ്ത്രീയുടെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ച് സ്ഥലത്ത് എത്തിച്ചു.
പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സ്ത്രീയുടെ അപ്പനെയും അമ്മയും സഹോദരിയും എല്ലാം കൂടെ വന്നു. അവരെ വിളിച്ചു. അവർ വന്നു. ഈ സ്ത്രീയുടെ ഭർത്താവും ഫാദർ ഇൻ ലോയും പിന്നെ കുട്ടികൾ 3 പേരും വന്നു. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീനെ സ്വന്തം അപ്പനും അമ്മയും 8 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അവരെ കണ്ടതോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഈ സ്ത്രീ അങ്ങ് അവിടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ അപ്പനും അമ്മയും പറയുന്നു, വേണ്ട വേണ്ട, നീ അവിടെ നിൽക്കുക. എന്നിട്ട് എന്നോടും പോലീസിനോടും പറഞ്ഞു, ഇവളെ ഞങ്ങൾക്ക് വേണ്ട. ഇവളുടെ ഭർത്താവും ഫാദർ ഇൻ ലോയും പറയുന്നു, ഇവളെ ഞങ്ങൾക്ക് വേണ്ട. ഏറ്റവും സങ്കടകരമായി കണ്ടത് കുട്ടികളെ, സ്വന്തം കുഞ്ഞുങ്ങളും ഈ സ്ത്രീയോട് പറഞ്ഞു, നീ ഇവിടെ വേണ്ട, എങ്ങോട്ടെങ്കിലും പോക്കൂ. ആ സ്ത്രീ നിന്ന് പൊട്ടിക്കരയുന്നതാണ്. അവൾക്ക് മാനസികമായിട്ട് ഇപ്പം യാതൊരു അസുഖമില്ലെങ്കിലും ഇവർ സ്വീകരിക്കാൻ തയ്യാറല്ല. ആ സ്ത്രീ എങ്ങോട്ട് പോകും? ആ ഒരു അമ്മയുടെ പൊട്ടിക്കരച്ചിൽ അന്ന് അവിടെ നിന്ന് ഞങ്ങൾക്കാണെങ്കിലും വലിയ ദുഃഖമുണ്ടാക്കി. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഇവിടുത്തെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. അച്ഛാ, അടുത്ത ചോദ്യം അങ്ങയുടെ മാതൃ ഇടവകയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സെൻറ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ വികാരി റവറൻ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ അച്ഛൻ്റേതാണ്. ചോദ്യം കേട്ടോളൂ. മിഷൻ പ്രവർത്തന രംഗത്ത് ദീർഘകാലമായി സമർപ്പിത ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പുതുപ്പറമ്പിൽ അച്ഛന് മാതൃ ഇടവകയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ മിഷൻ പ്രവർത്തനങ്ങൾക്കിടയിലും ആത്മസംതൃപ്തി നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമല്ലോ. അതിലേതെങ്കിലും ഒരു അനുഭവം അച്ഛൻ പങ്കുവയ്ക്കാമോ? അച്ഛൻ്റെ മറുപടി. എൻ്റെ സ്വന്തം ഇടവകയായ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയുടെ വികാരിയച്ഛൻ്റെ ചോദ്യം ഒരു അസ്തിത്വപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഈ മിഷനറി പ്രവർത്തനങ്ങൾക്ക് ചെയ്തതിൽ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള, സംതൃപ്തി തന്നിട്ടുള്ള എന്തെങ്കിലും അനുഭവം. അതിനെക്കുറിച്ച് 2 രീതിയിൽ കാണാൻ പറ്റും. ഒന്ന്, ഇതുവരെ ധാരാളം കാര്യങ്ങൾ ചെയ്തു, അതിലൊക്കെ കഴിവതും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്താൻ ഒരു പരിധിവരെ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു സംതൃപ്തി തരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഈ ആശ്രമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 44 ആൾക്കാരുണ്ട്, അന്തേവാസികൾ. അതിലേകദേശം ഒരു 4-5 പേര് മാത്രം ഇടയ്ക്ക് പറയും വീട്ടിൽ പോകണം, അവിടെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെ ഇങ്ങനെ അവർ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ബാക്കിയുള്ള ഏകദേശം ഒരു 35-ൽ കൂടുതൽ ആൾക്കാരെ, ഒരു 40 പേരോട് അടുത്ത് വരും. അവരിൽ ആരും തന്നെ ഇപ്പം ഞങ്ങൾ കൊണ്ടുപോയി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലില്ല, ഞങ്ങൾക്ക് ഇവിടെ മതി, ഞങ്ങൾക്ക് ഇവിടെ സമാധാനം, ഇവിടെ സന്തോഷം, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുന്ന ഒരു ഇത് കേൾക്കുമ്പോഴേ എൻ്റെ വിചാരം, ദൈവമേ, ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നത് വഴിക്ക് ഇങ്ങനെ മനുഷ്യരെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ മൃഗങ്ങളെക്കാട്ടിലും താഴ്ന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് ഒരു അഭയകേന്ദ്രം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ദൈവം എന്നെ ഉപകരിച്ചല്ലോ, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ എനിക്കൊരു സമാധാനം, ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മുടെ അസ്തിത്വത്തിന് ഒരു അർത്ഥം കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് എനിക്കിപ്പോഴത്തെ ഈ ആശ്രമത്തിൻ്റെ പരിപാടികളെ ഞാൻ കാണുന്നു. അതെനിക്ക് സന്തോഷവും സമാധാനവും അതുപോലെ സംതൃപ്തിയും തരുന്ന ഒരു അനുഭവം തന്നെയാണ്. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് 2 വാക്ക് പറയാമോ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ. 1980-ൽ അങ്ങ് ചാന്നാ രൂപതയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു എന്നാണ് അറിവ്. എന്തായിരുന്നു ഇതിനുള്ള ഒരു പ്രചോദനം? എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞാൽ, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും, ഞങ്ങൾ 4 പിള്ളേരാണ്. ഞങ്ങളെ എല്ലാവരെയും വളരെ ദൈവഭക്തിയിലും വിശ്വാസത്തിലും വളർത്തിയതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനയും വളരെ എപ്പോഴും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. അതൊരു പക്ഷേ വളരെ ഒരു ഉപകാരപ്പെട്ടിരുന്നു. തീർച്ചയാണ് ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഞാൻ 4ാം ക്ലാസ് മുതൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആശ്രമമുണ്ട്, ഈ കപ്പുച്ചിൻ ആശ്രമം, വാഴപ്പള്ളി ഗെത്സമനി ആശ്രമം എന്ന് പറയും. അവിടെ കുർബാനയ്ക്ക് കൂടുന്നുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 10ാം ക്ലാസ് വരെ കുർബാനയ്ക്ക് കൂടുന്ന അതിലുണ്ടായിരുന്നു. അതിനുശേഷം PDC പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ SP കോളേജിലാണ്, ചങ്ങനാശ്ശേരി SP കോളേജിൽ PDC പഠിച്ചു. ആ സമയത്താണെങ്കിലും മിഷൻ ലീഗ്, യുവദീപ്തി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാലം മുഴുവൻ, പിന്നെ സ്കൂളിൽ പഠിച്ചതാണെങ്കിലും വാഴപ്പള്ളി ആരാധനമഠം SABS സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണ് അവിടെ പഠിച്ചതും.
ഇങ്ങനെ വളരെ പള്ളിയോടും അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതവും പിന്നെ വീട്ടിലെ പശ്ചാത്തലവും ഒരു വിശ്വാസ ചൈതന്യം വളർത്തുന്നതായതുകൊണ്ട് ദൈവാനുഗ്രഹം ലഭിച്ചു എനിക്ക്. അതുകൊണ്ട് ഞാൻ വൈദികനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം അച്ഛൻ്റെ സഹോദരൻ സേവ്യർ പുതുപ്പറമ്പലിൻ്റേതാണ്. ചോദ്യം കേട്ടോളൂ. എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, ഈ ചാന്ത രൂപതയിൽ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ ഏതെങ്കിലും വികസന കാര്യങ്ങളിൽ ഉണ്ടായ 2 നേട്ടങ്ങൾ പറയാൻ പറ്റുമോ? അച്ഛൻ്റെ മറുപടി. ചേട്ടൻ്റെ ചോദ്യം വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് മൂലമുണ്ടായ 2 നേട്ടങ്ങൾ പറയാമോ എന്നാണ്. ഈ വികസന പ്രവർത്തനം എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ്, ഈ ഡെവലപ്മെൻറ്റ് എന്നുള്ള വാക്ക് ഇന്ന് അല്പം പ്രശ്നം പിടിച്ച വാക്ക് തന്നെയാണ്. കാരണം അത് ഇപ്പോൾ സാധാരണ റിയൽ എസ്റ്റേറ്റുകാരാണ് കൂടുതൽ ആ ഡെവലപ്മെൻ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ. കാരണം അത് സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റത്തെക്കുറിച്ചാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കറിയാം അതൊക്കെ വെറും താത്കാലികമായിട്ടുള്ള ഗുണങ്ങളെ ആ വികസനങ്ങളിൽ നിന്നുണ്ടാകുകയുള്ളൂ. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്താരീതിയിലുള്ള വികസനം, മനുഷ്യൻ്റെ സംസ്കാരത്തിലുള്ള വികസനം, മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലുള്ള വികസനം, ഈ ഒരു രീതിയിൽ ഞാനതിനെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മിഷനറി പ്രവർത്തനങ്ങളിലാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ചിന്താഗതികൾ മാറുക. തത്വശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടിയിട്ടുള്ള അങ്ങ് പ്രൊഫസർ, റെക്ടർ, പ്രൊവിൻഷ്യൽ തുടങ്ങിയ ഉന്നത പദവികളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ജർമ്മനിയിലെ ബോൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. സെൻ ബുദ്ധിസം എന്ന ആത്മീയ ചിന്താധാരയിലാണെന്നാണ് അറിവ്. ജപ്പാനിൽ പോവുകയും ഭാഷ പഠിക്കുകയും ഡോക്ടറേറ്റ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ പഠനത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും പിന്നെ വിദേശത്തും പഠിക്കാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പ്രധാനമായിട്ടും റിസർച്ച് നടത്തിയത് ബുദ്ധമതത്തിൻ്റെ തത്വചിന്തയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ജപ്പാനിൽ ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് സെൻ ബുദ്ധിസം എന്ന് പറയും. വളരെ ഒരു ആധ്യാത്മിക ചിന്തയാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ജപ്പാനിലെ, ഹാനസോണോ യൂണിവേഴ്സിറ്റി എന്ന് പറയും. അവിടെയാണ് ഞാൻ എൻ്റെ റിസർച്ച് ആൻഡ് PhD ഞാൻ ചെയ്തത്. ഈ സെൻ ആധ്യാത്മികത എൻ്റെ ആധ്യാത്മികതയിലും ഒത്തിരി വളരെ പ്രചോദനം നൽകിയിട്ടുണ്ട്, അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സെൻ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, സാധാരണയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, അതായത് സാധാരണയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കുവോ എന്തെങ്കിലുമൊക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, കൃഷി ചെയ്യുന്നു, ഇങ്ങനെയുള്ള അനുദിന എല്ലാ കാര്യത്തിലേക്കും അവർ ദൈവത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യവും 100% നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പരിപൂർണ സാന്നിധ്യത്തോടുകൂടി ഓരോ കാര്യങ്ങളും, എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിൽ നമ്മൾ പരിപൂർണമായിട്ട് 100%ഓടുകൂടി സന്നിഹിതനായി ഇരുന്ന് ചെയ്യുക എന്നുള്ളത് വലിയൊരു ആധ്യാത്മിക പ്രവൃത്തി തന്നെയാണ്. പലപ്പോഴും ബുദ്ധിമുട്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകളും എന്തെല്ലാം സംസാരങ്ങളും എന്തെല്ലാം വന്നിട്ട് ഭക്ഷണം എന്താണെന്ന് പോലും കഴിച്ചു കഴിയുമ്പോൾ മറന്നു പോകുന്നു. ഇതിനെയെല്ലാം മാറ്റി നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഏതൊരു കാര്യം ചെയ്യുന്നു അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ടോട്ടൽ 100% പ്രസൻസോടുകൂടി ആ സംഗതി ചെയ്യുന്ന ഒരു ആധ്യാത്മിക പരിപാടിയാണ്, ആ ഒരു ചിന്തയാണ് ഈ സെൻ ബുദ്ധിസം നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും 100% ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഈ ആധ്യാത്മികത നമുക്ക് തരുന്നു. അങ്ങനെ വളരെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു ചിന്തയാണ് സെൻ ബുദ്ധിസം. അച്ഛാ, ഒരുപാട് തിരക്കുകൾ, പ്രവർത്തനങ്ങൾ, അതിനിടയിൽ വായനയും കൃഷിയുമാണ് അങ്ങയുടെ ഹോബി എന്നാണ് അറിവ്. എങ്ങനെ വിലയിരുത്തുന്നു ഇതിനെ രണ്ടിനെക്കുറിച്ച്? എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ വായനയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കൃഷി ചെയ്യും. ഇത് രണ്ടെണ്ണം. വായന എനിക്ക് ധാരാളം വായിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ വായിക്കുന്നത് വളരെ ആവശ്യമാണല്ലോ നമ്മുടെ
ജ്ഞാനത്തെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള, കാരണം സെമിനറികളിലും മറ്റേ കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ധാരാളം സമയം കണ്ടെത്തി പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ധാരാളം പരിശ്രമിക്കാറുണ്ട്. പിന്നെ കൂടാതെ കൃഷി ചെയ്യുക താല്പര്യമുണ്ട്. കാരണം എൻ്റെ അച്ചാച്ചനും അമ്മച്ചും ഒരുപക്ഷെ ഞങ്ങളെ ആ രീതിയിൽ വളർത്തിയത് കൊണ്ടായിരിക്കാം കൃഷിക്കൊരു താല്പര്യം ഇന്നും ഉള്ളിൽ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ, ഈ ആശ്രമത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിന് മെയിൻ ഉദ്ദേശം ഇവിടെയുള്ള അന്തേവാസികൾ അവരൊക്കെ അസുഖമൊക്കെ മാറി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അവർക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് അവർക്കുണ്ടാകട്ടെ, അതിനുവേണ്ടി അവരെ ഞാൻ ഈ കൃഷിയിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി, മദർ എർത്ത്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഫാമിംഗ്, അല്ലെ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്, ഡോക്ടർ സുഭാഷ് പാലേക്കറിൻ്റെ ആ രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് നാടൻ പശുക്കളുണ്ട്. ആ നാടൻ പശുക്കളുടെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ചുള്ള കൃഷി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ കെമിക്കൽസ് ആയിട്ടുള്ള യൂറിയയോ സൾഫേറ്റോ അങ്ങനെ ഒന്നും ഈ 6-7 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസ് ഇല്ലാത്ത, പ്യുവറായിട്ടുള്ള, പോയിസൺ ഇല്ലാത്ത നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ പച്ചക്കറികൾ ആയിക്കൊള്ളട്ടെ, ബാക്കിയുള്ള ഞങ്ങൾ തുവർ, ചന, ഇങ്ങനെ പലത് കൃഷി ചെയ്യുന്നുണ്ട്. അതെല്ലാം അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുവഴിക്ക് ഈ മദർ എർത്തിനെ മോശമാകാതെ സംരക്ഷിക്കുന്നത് വഴിക്ക് ഈ കൃഷിയെ അതിനെ സുഭാഷ് പാലേക്കർ തന്നെ വിളിക്കുന്ന പോലെ ഒരു സ്പിരിച്വൽ ഫാമിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കും. 1991 പട്ടം സ്വീകരിച്ചതിന് ശേഷം ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു? എന്താണ് എക്സ്പീരിയൻസ്? ഞാൻ വൈദികനാകുന്നത് 1991 ഡിസംബർ 28-നാണ്. അതിനുശേഷം ഞാൻ ചാന്ത രൂപതയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് വന്നു. അന്നത്തെ പിതാവായിരുന്ന ബിഷപ്പ് വിജയാനന്ദ് എനിക്ക് ഈ ചാന്തയിലെ തന്നെ അല്ലെങ്കിൽ വിദർഭയിലെ തന്നെ ഏറ്റവും അവികസിതമായ ഏരിയയാണ് മണിഗഡ് ഹിൽസ് എന്ന് പറയുന്ന ഏരിയ. മലകളും എന്താ പറയുന്ന, മലകളിലാണെങ്കിൽ കല്ല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വഴികളില്ല, ഒരു കൊച്ചു പുഴ, അത് കുറച്ച് നാളൊക്കെ വെള്ളമുണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് വറ്റി വരണ്ടു പോകും. അവിടെയുള്ള എല്ലാവരും ഒരു എക്സെപ്ഷൻ ഇല്ലാതെ എല്ലാവരും പാവപ്പെട്ടവരാണ്. ഒരു നല്ല വീട് പോലും നമുക്കിവിടെ കാണാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള വലിയൊരു ഏരിയ ആണ്. അവർ കൂടുതലും പല പല ദേശങ്ങളിൽ നിന്ന് വന്ന കുടിയേറി പാർത്തവരായതുകൊണ്ട് അവരെ മറ്റുള്ളവരെല്ലാം വളരെ എന്താ പറയുന്നത്, സമൂഹത്തിൽ നിന്ന് തഴഞ്ഞിരിക്കുന്ന ഗ്രൂപ്പുകളാണ് ഈ മലമുകളിൽ താമസിക്കുന്ന വലിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 90 ചില്ലുവാനും ഗ്രാമങ്ങളുമുണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഫാദർ കനീസിയൂസ് CMI. ആ ഏരിയ മുഴുവനും ഒരൊറ്റ ഇടവകയായിട്ടാണ്. ഫാദർ ജോർജ് കനീസിയൂസ് CMI സീറോ മലബാർ സഭയുടെ ബെസ്റ്റ് മിഷണറി എന്നുള്ള അവാർഡും കിട്ടിയ ആ അച്ഛൻ്റെ കൂടെ എനിക്ക് കൊച്ചച്ഛനായിട്ട് 1991 മുതൽ പ്രവർത്തിക്കാനായിട്ട് അവസരം ലഭിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കൂടാതെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന DM സിസ്റ്റേഴ്സ്, വളരെ മിഷണറി ചൈതന്യമുള്ള കുറച്ച് DM സിസ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. ഈ ആൾക്കാരുടെ കുടുംബങ്ങളിലേക്ക് വൈകുന്നേരങ്ങളിൽ പോവുകയും വീട് വിസിറ്റ് നടത്തുകയും അവരോടുകൂടി കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുകയും അതിനുശേഷം ആ കുടുംബങ്ങളിലെ എല്ലാവരും കൂടെ ഒന്നിച്ചു വന്ന് ഞങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥലം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇച്ചിരി വീട് വലിപ്പമുള്ള മുറികളുള്ള വീടാണെങ്കിൽ അവിടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലവരുടെ വരാന്തയിലായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ ഈ പശുക്കൂടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ ഞങ്ങളെ കുർബാന ചൊല്ലും. എന്നിട്ട് നമ്മുടെ പ്രസംഗം, കുറച്ച് കാറ്റഗിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അങ്ങനെ പലപ്പോഴും നടത്തി താല്പര്യമുള്ളവരൊക്കെ മാമോദിസ മുക്കി നമ്മുടെ ചെറിയ ചെറിയ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റികൾ നമ്മൾ ഉണ്ടാക്കി. ആ ഏരിയയിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ആധ്യാത്മിക അല്ലെങ്കിൽ നമ്മുടെ അജപാലന കൃത്യം ആദ്യം തന്നെ എനിക്ക് ധാരാളം ചെയ്യാനുള്ള അവസരം കിട്ടി. അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കൂടാതെ തന്നെ ഈ നാട്ടിലുള്ള ആൾക്കാർ വളരെ ഒരു കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ഈ പള്ളിയോട് ചേർന്ന് ഞങ്ങളെല്ലാം ചെറിയ ബോർഡിങ്ങുകൾ തുടങ്ങി. എന്നിട്ട് ആ കുട്ടികളെ നമ്മൾ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ഉള്ളൂ, ഒന്നും കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ബോർഡിങ്ങിൽ നിർത്തി നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിച്ച് ഈ നെക്സ്റ്റ് ജനറേഷനെങ്കിലും ഒന്ന് പഠിച്ചു വരട്ടെ എന്ന് കരുതി. പിന്നെ ഈ ആൾക്കാർക്ക് എഴുത്തും വായനൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ആ ഏരിയയിലുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സ് ആകട്ടെ, ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആകട്ടെ, ബാക്കി ഏതെങ്കിലും ഗവൺമെൻറ് രീതിയിലുള്ള ആൾക്കാരൊക്കെ ഇവർ ഒത്തിരി ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ട് ഇപ്പം നിങ്ങളിത് ഒപ്പിടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ തമ്പ് ഇംപ്രഷനെ അറിയുള്ളൂ. അപ്പോൾ അവരെ അങ്ങനെ ചെയ്ത് ഇവരെന്താ ഒപ്പിടുന്നെന്നോ ഒന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ അഡൾട്ട് എഡ്യൂക്കേഷൻ
സ്റ്റാർട്ട് ചെയ്തു. ആൾക്കാരെ അറ്റ്ലീസ്റ്റ് വായിക്കാൻ, എഴുതാൻ അധികം ഇല്ലെങ്കിലും വായിക്കാൻ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ എഴുത്തും അതുപോലെ തന്നെ വായനയും പഠിപ്പിക്കുക അതൊരു സംഗതിയല്ല. അങ്ങനെയാണ് ബോധവൽക്കരണ ക്ലാസ്, അവയർനെസ് ക്ലാസ്സുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. സിറ്റുവേഷൻ എന്താണ്, ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, നമ്മുടെ ചൂഷണം എങ്ങനെ അവസാനിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് നടത്തി. സമൂഹത്തിൻ്റെ വികസനത്തിനും അജപാലനവും സമൂഹത്തിൻ്റെ വികസനവും ഇങ്ങനെ രണ്ട് രീതിയിലും ഞങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. അച്ഛാ, രൂപതകളിലെ വില്ലേജുകളിൽ എത്രത്തോളം ആത്മീയ പ്രവർത്തനം നടക്കുന്നുണ്ട്? ജനങ്ങളുടെ ഒരു സമീപനം എങ്ങനെയാണ്? ചാന്ത മിഷൻ്റെ മിഷനറി പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, 1962 സീറോ മലബാർ സഭയ്ക്ക് ആദ്യമായിട്ട് കേരളത്തിന് പുറത്തൊരു രൂപത കിട്ടിയതാണ്. ആ രൂപതയിലേക്ക് വന്നത് CMI അച്ഛന്മാരാണ്. CMI സഭേനെയാണ് അത് ഏൽപ്പിച്ചിരുന്നത്. ആദ്യത്തെ അച്ഛന്മാരുടെ ലീഡറായിട്ട് വന്നത് ബിഷപ്പ് ജാനുവാരിയൂസ്. അദ്ദേഹം വലിയൊരു വിഷണറി ആയിരുന്നു, വലിയൊരു ചിന്തകനായിരുന്നു, തത്വചിന്തകനായിരുന്നു. അപ്പോൾ ഈ പുതിയ സ്ഥലത്ത് വന്ന് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ ക്ലിയറായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ചരിത്രം മുഴുവനും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 1962 മുതൽ ഇപ്പോൾ ഈ 2022 60 വർഷം തികയുകയാണ് ചാന്ത കിട്ടിയിട്ട്. അപ്പോൾ ഇതിനെ ഒരു 2 ഭാഗമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ 25 അല്ലെങ്കിൽ 30 കൊല്ലവും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 30 കൊല്ലം ആകാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം ബിഷപ്പ് ജനുവാരിയൂസും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അച്ഛന്മാരും ഈ കുഗ്രാമങ്ങളിലേക്ക്, വനാന്തരങ്ങളിലേക്ക് പോയി വളരെ വളരെ കഷ്ടപ്പെട്ട് യേശുവിൻ്റെ സന്ദേശം ആൾക്കാരെ അറിയിക്കുകയും അവരുടെ സകലവിധമായ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അവരുടെ ആധ്യാത്മികമായിട്ടുള്ളതും അതുപോലെ ഭൗതികമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇതിനു വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ നടത്തി ഈ ഗ്രാമങ്ങളിലും പല സ്ഥലങ്ങളിലും ഏകദേശം ഒരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ 35-40ഓളം ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ മിഷൻ സെൻറ്റേഴ്സിനെ സ്ഥാപിക്കാനായിട്ട് നമ്മുടെ അച്ഛന്മാർക്ക് സാധിച്ചു. ആ അച്ഛന്മാരുടെ കൂടെ തന്നെ സിസ്റ്റേഴ്സും, ധാരാളം സിസ്റ്റേഴ്സും, സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഹോളി സ്പിരിറ്റ്, CMC സിസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള പലരും കൂടി. അപ്പോൾ മഹാരാഷ്ട്രയുടെ ഒരു ഭാഗവും ആന്ധ്രയുടെ ആദിലാബാദ് രൂപതയും കൂടെ ഒന്നിച്ചായിരുന്നു അക്കാലത്ത് ചാന്ത രൂപത എന്ന് പറയുന്നത്. അപ്പം ധാരാളമായിട്ടുള്ള നമ്മുടെ അച്ഛന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആദ്യത്തെ കാലത്തെ നമ്മൾ ഫൗണ്ടിങ് ഓഫ് ദ ചർച്ച് എന്ന് വേണമെങ്കിൽ പറയാം, ഫൗണ്ടേഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ചർച്ച് എന്നാണ് ഞാൻ ആദ്യത്തെ 30 കൊല്ലം അത് വളരെ ഭംഗിയായിട്ടും കഷ്ടപ്പാടും സാക്രിഫൈസും നിറഞ്ഞൊരു ജീവിതം കൊണ്ട് നേടിയെടുത്തു. അതിനുശേഷമുള്ള ഒരു കാലത്തെ നമ്മൾ പിന്നെ പറയുകയാണെങ്കിൽ ഈ നടപ്പെട്ട ചർച്ചിനെ, ഈ അതിനെ വളർത്തുക, ദ ഗ്രോത്ത് ഓഫ് ദ ചർച്ച് അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, അതാണ് 2ാം ഭാഗത്ത്. അത് ആദ്യത്തെ ഭാഗം പോലെ ഊർജ്ജസ്വലം അല്ല എങ്കിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന് വ്യത്യാസപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ചിന്താരീതികൾ വന്നു, പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ, പൊളിറ്റിക്കൽ ഡിഫറൻസസ് വന്നു, എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു. ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ഭാഗം ഇപ്പോൾ നടക്കുന്ന ഈ കൺസോളിഡേഷൻ ഓഫ് ഫെയ്ത്ത്, അതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചില പോരായ്മകളൊക്കെ ഉണ്ട്. അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ആണെങ്കിൽ നേരത്തെ പോലുള്ള ഒരു ഇൻസ്പിറേഷൻ ഇപ്പം ഇച്ചിരി കുറവുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ തന്നെ അവെയറായപ്പോൾ ഞങ്ങൾ പരിശ്രമിക്കുന്നത് കൂടുതൽ വില്ലേജ് വിസിറ്റ് നടത്തുക, ആൾക്കാരെ കാണുക, അവരുടെ ആധ്യാത്മികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇടപെടുക. അങ്ങനെ ചെയ്ത് ഈ സമൂഹത്തെ, ചാന്ത രൂപതയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് CMI സഭയും അതുപോലെ രൂപത അച്ഛന്മാരും മറ്റുള്ള സിസ്റ്റേഴ്സും എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചാന്ത രൂപതയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട ഒരു സമയമായി വരുമ്പോൾ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് 2 വാക്കിൽ ഒരു ചെറിയ സന്ദേശം. ഒരൊറ്റ വാക്കിലൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്ന് ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ കരുണയുടെ മനുഷ്യരായിരിക്കുക എന്നുള്ളത്. കരുണ, മേഴ്സി, കമ്പാഷൻ എന്ന് പറയുന്നത്. ഈ കരുണയെക്കുറിച്ചുള്ള ഒരു നിർവചനം പോലെ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്: കരുണ എന്ന് പറയുന്നത് എന്താണ്? ഞാനല്ലാത്ത അപരനെക്കുറിച്ചുള്ള എൻ്റെ കരുതലിൻ്റെ പേരാണ് കരുണ. ഈ കരുണ തന്നെയാണ് നമ്മൾ വേറൊരു വാക്കിൽ പറഞ്ഞാൽ നീതി, ജസ്റ്റിസ് എന്ന് പറയുന്നത്. കാരുണ്യ പ്രവൃത്തി, ചാരിറ്റബിൾ ആക്ടിവിറ്റി, നമ്മുടെ എന്തോ ജനറോസിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കാതെ അത് ഞാൻ ചെയ്യേണ്ട എൻ്റെ ഒരു കടമയാണ്, അതിലാണ് നീതി ഇരിക്കുന്നത്. അങ്ങനെ ആ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കരുണയുടെ മനുഷ്യരായിക്കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ
അടുപ്പിക്കുക. ഇപ്പം എല്ലാം എക്സ്ക്ലൂസീവിസം, എല്ലാവരും മാറ്റി മാറ്റുന്ന ചിന്താഗതിയാണല്ലോ ഉള്ളത്. അതല്ലാതെ എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് കൊണ്ടുവരാനുള്ള ഒരു തുറന്ന മനസ്ഥിതിയോടുകൂടി നമ്മൾ ഈ കരുണയുടെ മനുഷ്യരായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശം പോലെ എനിക്ക് തരാനുള്ളത്. മഹാരാഷ്ട്രയിലെ ചാന്ന രൂപതയുടെ വിശേഷങ്ങളും ഒരു ക്രൈസ്തവനായിരിക്കേണ്ടതിൻ്റെ സവിശേഷതയും പ്രത്യേകതയും ഒക്കെ നമ്മോടൊപ്പം ഇത്രയും നേരം പങ്കുവച്ചത് മഹാരാഷ്ട്രയിലെ ചാന്ന രൂപതയുടെ വികാർ ജനറലും ചങ്ങനാശ്ശേരി അതിരൂപത സെൻറ് മേരീസ് കത്തീഡ്രൽ പള്ളി ഇടവകാംഗവുമായ റവറൻ ഡോക്ടർ വർഗീസ് പുതുപ്പറമ്പിൽ CMI അച്ഛനാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് ബഹുമാനപ്പെട്ട പുതുപ്പറമ്പിൽ അച്ഛ, അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഗുഡ്നസ് TVയുടെ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഈ ഗുഡ്നസ് TVയിലൂടെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന, മോട്ടിവേഷൻ നൽകുന്ന ധാരാളം നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ചിലതൊക്കെ ഞാനും കാണാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ എടുക്കുന്ന എല്ലാവിധ നല്ല നല്ല സ്റ്റെപ്പുകൾക്കും എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനയും എല്ലാവിധ നല്ല ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഇനിയും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇൻസ്പിറേഷണൽ പ്രോഗ്രാംസുമായിട്ട് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് പുതുപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. കരുണയുടെ മനുഷ്യരായിരിക്കുക, അപരനോട് കരുതലുള്ളവരാകുവിൻ, ജാതി മത വർണ്ണവർഗ്ഗങ്ങളുടെ വേർതിരിവില്ലാതെ ഓരോ മനുഷ്യനെയും, എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുവാൻ നമുക്ക് കഴിയട്ടെ. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു വൈദികൻ്റെ ഇത്തരം കാഴ്ചകളുമായി നമുക്ക് ഒത്തുചേരാം. അതുവരെ എന്നെയും നിങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.